ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. എറിയാട് പഞ്ചായത്ത് 5ാം വാർഡ് വികസന സമിതി ഒരുക്കുന്ന മാടവന ഗ്രാമോത്സവം വിവിധ പരിപാടികളോടെ നടത്തി. എറിയാട് പഞ്ചായത്ത് 5ാം വാർഡ് വികസന സമിതി ഒരുക്കുന്ന മാടവന ഗ്രാമോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. മാടവന പാൽ സൊസൈറ്റി പരിസരത്ത് നടന്ന പരിപാടി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ആസ്ഫൽ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ ഷീബ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് കവിത രഘുനന്ദനൻ മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് അനുമോദിച്ചു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ എക്സൈസ് അവാർഡ് നേടിയ ഓഫീസർ PR സുനിൽകുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മലയാളം 3ാം റാങ്ക് ജേതാവ് ആതിര പ്രദീപ്, കേരളോത്സവം കലാതിലകം അശ്വതി കൃഷ്ണ, UGC നെറ്റ് JRF എക്സാം വിജയ് ലക്ഷ്മി ഉല്ലാസ് എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ലവൻ പ്രകാശ്, കുശൻ പ്രകാശ് എന്നിവർ യുവ സംരംഭകർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി. VS സുരേഷ് ബാബു, അജേഷ് ചൈത്ര, ശശീന്ദ്രൻ കരിമാത്ത്, KG ഉണ്ണികൃഷ്ണൻ, സുധി മാവുംകൂട്ടത്തിൽ, അരുൺ MS, അനീഷ്, ഗിരീഷ് തൈത്തറ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ പ്രതാപകുമാർ സ്വാഗതവും ഗിരീഷ് തൈത്തറ നന്ദിയും പറഞ്ഞു. സമൂഹവും അവരുടെ വീടും ജീവിതത്തിൽ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത്തരം ക്ലബ്ബുകളിലാണ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ വികസന സമിതി ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് അഫ്സൽ, അതുപോലെ വേദി പങ്കിടുന്ന ആർട്ടിസ്റ്റ്, ഗായിക, അതിലുപരി നമ്മുടെ ഈ ഐശ്വര്യ റെസിഡൻസ് പോലുള്ള നവമി പോലുള്ള ആർട്സ് ആയിരിക്കുന്നുണ്ട്. ഇത്തരം കൂടി ഒഴിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീകരണം ഒരു 90% വിഷയങ്ങളും സമൂഹത്തിലും വീട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിലൂടെയാണ് ഇവർ ലഹരിയിലേക്ക് പോകുന്നത് എന്നാണ് ഇതിനിടെ നമ്മൾ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം ഗ്രാമോത്സവങ്ങൾ ഇനിയും നടത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. വേറൊന്നും പറയാനില്ല. 5ാം വാർഡിൻ്റെ ഗ്രാമോത്സവം സംഘാടന സമിതി അംഗങ്ങൾക്ക്, എൻ്റെ നാട്ടുകാർക്കും ഇങ്ങനെയൊരു സ്നേഹാദരവ് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.